ആദരണീയരെ, മലയാളത്തിൻ്റെ സാഹിത്യപുണ്യവും സുഹൃതവുമൊക്കെയായിരുന്ന പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ സാറിൻ്റെ ജന്മദിനമാണിന്ന് എന്ന് ഏവർക്കും അറിയാം. ഇവിടെ ഇതിനോടനുബന്ധിച്ച് പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ KS രവികുമാർ സാറാണ്. അതുപോലെ തന്നെ വേദിയിൽ സാന്നിധ്യങ്ങളായി ബൈജു ചന്ദ്രൻ ചേട്ടനും ഗിരിജ സേതുനാഥ് മേം, അതുപോലെ തന്നെ ഭാരത് ഭവൻ നിർവാഹക സമിതി അംഗങ്ങളായ ഡോക്ടർ റെജിയ CS, അതുപോലെ തന്നെ ശ്രീ ജെയ്സപ്പൻ മത്തായി എന്നിവർ സന്നിഹിതരായിട്ടുണ്ട്. ഏറെ ആദരവോടെ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാരാധ്യരെ, അരമണിക്കൂർ നീളുന്ന പ്രഭാഷണം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അറിയാം, വേദിയിലിരിക്കുന്ന ഓരോരുത്തരും MT സാറിനെ കുറിച്ച് ആഴമുള്ള കാഴ്ചപ്പാടും പഠനവുമുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കൽ കൂടിയായി ഈ ഒരു കൂട്ടായ്മ മാറും എന്നുള്ളതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനുശേഷം നിർമാല്യം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചലച്ചിത്രം നമുക്ക് കാണേണ്ടതുണ്ട്. പ്രധാന പ്രഭാഷണത്തിനായി ആദരണീയനായ ഡോക്ടർ KS രവികുമാർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ, വേദിയിലുള്ള സുഹൃത്തുക്കൾ, സദസ്സിലുള്ളവർ എല്ലാവരും MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മളെ ശീർഷരായി ഒത്തുചേർന്നിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ കാലഘട്ടത്തിൽ ഇത്രയധികം വായനക്കാരെ ആകർഷിക്കുകയും എഴുത്തുകാരൻ്റെ സാംസ്കാരിക ഔന്നത്യം ഉയർത്തി കാണിക്കുകയും ചെയ്ത വേറെ അധികം ആളുകൾ ഇല്ല. സുദീർഘമായ ഒരു സാഹിത്യ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എഴുതിയതൊക്കെ വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ട രചനകളാണ്. കുറച്ചൊന്നുമല്ല എഴുതിയതും. അദ്ദേഹത്തിൻ്റെ നോവലുകളും ചെറുകഥകളും ലേഖനങ്ങളും ഒക്കെയായിട്ടുള്ള സാഹിത്യ വിഭാഗം കൂടാതെ അതിസമ്പന്നമായ ചലച്ചിത്ര സാഹിത്യത്തിൻ്റെ ഒരു ശേഖരവുമുണ്ട്. ഏതാണ്ട് 58-60 തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ഒരു 10-15 വർഷത്തിന് മുമ്പ് DC ബുക്സ് ഒരു പരമ്പരയായിട്ട്, ഒരൊറ്റ പാക്കേജായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. 6 വാല്യങ്ങളിലായിട്ടാണ് ആ പുസ്തകങ്ങൾ, ആ തിരക്കഥകളെല്ലാം കൂടി പ്രസിദ്ധീകരിച്ചത്. ഒരു വാല്യത്തിൽ ഏതാണ്ട് 1200 പേജുകളുണ്ട്. അപ്പോൾ 7200ഓളം പേജുകൾ തിരക്കഥകൾ. അതിൽ കുറച്ച് ഈ
കഥാപാത്രങ്ങളുടെ പേര്, അത് നോട്ടീസിൻ്റെ ചിത്രം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെല്ലാം കൂടി ഒരു 200 പേജ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെയും ഏതാണ്ട് ഒരു 7000 പുറം അദ്ദേഹത്തിൻ്റെ ആ തിരക്കഥകൾ, അച്ചടിപ്പുറങ്ങൾ 7000 പേജുകളുണ്ട്. അപ്പോൾ ആ പുസ്തകം പുറത്തിറങ്ങിയ ഇടയ്ക്ക് ഒരിക്കൽ തമ്മിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു സന്തോഷം അങ്ങനെ പറഞ്ഞാലൊന്നും സന്തോഷം വരുന്ന ആളല്ല, എങ്കിലും അദ്ദേഹത്തെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ തിരക്കഥകളുടെ സമാഹാരം ഞാൻ വാങ്ങി, ഇത്രയേറെ പേജുകളുണ്ടല്ലോ എന്ന് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കുന്ന ഒരു സ്വരത്തിൽ. എന്നാൽ അങ്ങനൊന്നും അത് മഹത്തായ കാര്യമാണെന്നോ അങ്ങനൊന്നും പറഞ്ഞില്ല. ഇത്രയും പറഞ്ഞ് ഒന്ന് നിർത്തി. അപ്പോൾ അദ്ദേഹം സഹജമായ രീതിയിൽ ഒന്ന് 2 മിനിറ്റ് മിണ്ടാതിരുന്നു. എന്നിട്ട് ആത്മകഥം പോലെ പറഞ്ഞു, അതിലെ ഓരോ വാക്കും ഞാൻ എൻ്റെ കൈകൊണ്ട് 3 പ്രാവശ്യമെങ്കിലും എഴുതിയതാണ്. എന്നുവെച്ചാൽ ആദ്യം ഒരു മനസ്സിലുള്ളത് പെട്ടെന്ന് എഴുതി തീർക്കുന്ന ഒരു പകർപ്പ്, പിന്നെ അത് വായിച്ചു നോക്കി പ്രത്യേകിച്ച് സംഭാഷണത്തിൻ്റെയൊക്കെ താളം ശരിയാക്കി അതിൻ്റെ ഒരു മൂർച്ച വരുത്തി വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി തിരുത്തി എഴുതുന്ന ഒരു പകർപ്പ്, അത് കഴിഞ്ഞ് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്ന ഒരു ഫെയർ കോപ്പി. ആ അവസാനത്തെ എഴുത്തിന് പലരെയും നിയോഗിച്ച് നോക്കി, ഒരിക്കലും അദ്ദേഹത്തിന് അത് തൃപ്തിയായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആ തിരക്കഥകൾ എഴുതിയത്. അപ്പോൾ സ്വന്തം സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോൾ, നോവലും കഥയും ഒക്കെ ആയിട്ടുള്ള വിപുലമായ സാഹിത്യരചനകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും ഇതുപോലെയാണ്. തിരക്കഥയുടെ കാര്യത്തിൽ ഉള്ള മറ്റൊരു പ്രശ്നം കൂടി അദ്ദേഹം ആ സന്ദർഭത്തിൽ സൂചിപ്പിച്ചു. നോവലും കഥയും ലേഖനവും ഒക്കെ എഴുതുമ്പോൾ എനിക്കെൻ്റെ വായനക്കാരെ മുമ്പിൽ കാണാം, അവരുടെ മനസ്സെനിക്കറിയാം, അവരുമായിട്ട് എനിക്ക് ഒരു വിനിമയമുണ്ട്, ഒരു ആശയവിനിമയമുണ്ട്. അവർ മുമ്പിലില്ലെങ്കിലും ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്, ഇത് ഏകദേശം എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എൻ്റെ മുമ്പിലുണ്ട്. വിദൂരതയിൽ ആണ്, നേരിട്ട് കാണാത്തവരാണ്, പരിചയമില്ലാത്തവരാണ്. എന്നാലും ആ എഴുത്തുകാരന് തൻ്റെ വായനക്കാരെക്കുറിച്ച് ഒരു ധാരണയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. പക്ഷെ അടുത്ത കാര്യം പറഞ്ഞതാണ് വളരെ ഗൗരവമുള്ളൊരു കാര്യം. തിരക്കഥ എഴുതുമ്പോൾ അങ്ങനെയല്ല. അത് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത തരത്തിലുള്ള ഒരു പ്രേക്ഷക സമൂഹത്തിന് വേണ്ടിയാണ് എഴുതുന്നത്. പ്രത്യേകിച്ചും പിൽക്കാലത്ത് അദ്ദേഹം കൊമേഴ്സ്യൽ സ്വഭാവമുള്ള ധാരാളം സിനിമകൾക്ക് തിരക്കഥകൾ എഴുതി. ഒരു 80കളുടെ 2ാം പകുതി മുതലുള്ള ഒരു 10-15 കൊല്ലക്കാലം കൊമേഴ്സ്യലായിട്ട് വളരെയധികം വിജയിച്ച ധാരാളം ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം MDയുടെ തിരക്കഥകൾ തന്നെയാണ് എന്നുള്ള ഒരു തോന്നൽ, ഒരു സമീപനം ആ കാലഘട്ടത്തിൽ ചലച്ചിത്ര രംഗത്തുണ്ടായിരുന്നു. MDയുടെ തിരക്കഥയുണ്ടെങ്കിൽ ആ സിനിമ വിജയിച്ചിരിക്കും എന്നുള്ള ഒരു മുൻകൂർ ധാരണ നിലനിന്നിരുന്നൊരു കാലമാണ്. അപ്പോൾ അത് ആ എഴുത്തുകാരനിൽ ഏൽപ്പിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വവും അത് തന്നെ ഉണ്ടാക്കുന്ന ഒരു ആന്തരിക സമ്മർദ്ദവും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ആ പ്രേക്ഷകരുടെ കാര്യത്തിൽ ഈ വായനക്കാരെ എന്ന പോലെ എനിക്ക് ഒരു ഉറപ്പുള്ള ഒരു സമൂഹമല്ല, അതൊരു അവ്യക്തതയിൽ നിൽക്കുന്ന ഒരു കാഴ്ചക്കാരുടെ, പ്രേക്ഷകരുടെ ഒരു സമൂഹമാണ്. അവരിതെങ്ങനെ സ്വീകരിക്കും, ഇത് വിജയിക്കുമോ എന്നുള്ള ഒരു ചിന്ത, അതിൻ്റെ ഒരു ഉത്കണ്ഠ, അതിൻ്റെ ഒരു അസ്വാസ്ഥ്യം എപ്പോഴും ഉണ്ട് എന്ന് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അധികം വെളിവാക്കുന്ന ഒരു രീതിയല്ല അദ്ദേഹത്തിൻ്റെത്. ഞാൻ പറഞ്ഞു വന്നത്, എഴുത്തിനെ എത്ര ഗൗരവപൂർവമാണ്, എത്ര സമർപ്പണത്തോടു കൂടിയാണ്, എത്രയധികം അതിനുവേണ്ടി അധ്വാനിച്ച് അത് മെച്ചപ്പെടുത്താനുള്ള പൂർണ്ണമായ ഒരു ആത്മസമർപ്പണത്തോടു കൂടിയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, എഴുതിയതിനേക്കാൾ ഏറെ എഴുതാതെ ഉപേക്ഷിച്ച, പ്രത്യേകിച്ച് ചെറുകഥകളെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്, എഴുതാതെ ഉപേക്ഷിച്ച കഥകൾ ധാരാളമാണ്. കാരണം എഴുതി ഏതാണ്ട് ഇത് തനിക്ക് തൃപ്തികരമെന്ന് തോന്നുന്ന ഒരു രീതിയിൽ എഴുതി ഫലിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നലുള്ള അവസ്ഥയിലാണ് എഴുതി തുടങ്ങുന്നത്. പക്ഷെ എഴുതി മുന്നോട്ട് പോകുമ്പോൾ താൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് വരുന്നില്ല എന്ന് തോന്നുമ്പോൾ അത് ഉപേക്ഷിക്കാറുണ്ട്.
അങ്ങനെ ഉപേക്ഷിച്ചത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് മറ്റൊരു രീതിയിൽ എഴുതി പരീക്ഷിച്ചു നോക്കിയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തനിക്ക് ബോധ്യമുള്ള, തനിക്ക് തന്നിലെ വായനക്കാരനെ, തന്നിലെ എഴുത്തുകാരനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതൊന്നും എഴുതാതിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. ധാരാളം എഴുതി വിജയിച്ചു, വലിയൊരു വായനാ സമൂഹത്തെ നേടി, വലിയ തരത്തിൽ മലയാളികളും മലയാളത്തിന് പുറത്തുള്ളവരും ആദരിച്ചു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ സ്വയം ശാസന എഴുത്തിനെ സംബന്ധിച്ച് നടത്തിയിരുന്നു. മെച്ചപ്പെട്ടതല്ലാത്ത ഒന്നും എഴുതാതിരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ഡിസംബറിലാണല്ലോ അദ്ദേഹം മരിച്ചത്. അതായത് 2024 ഡിസംബർ. അദ്ദേഹം അതിനു മുമ്പ് ഒരു ചെറുകഥ എഴുതുന്നത് 25 കൊല്ലം മുമ്പാണ്. കാഴ്ച എന്ന് പറയുന്ന ഒരു ചെറുകഥ 1999 ആണ് എഴുതുന്നത്. ആ കഥ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ചെറുകഥയാണെന്നാണ് എൻ്റെ പക്ഷം. അത് അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിലുള്ള ആ വള്ളുവനാടൻ കുടുംബം ജീവിതം, ആ പശ്ചാത്തലത്തിലുള്ള, അവിടെ നിന്ന് ജോലി കിട്ടി മദിരാശിയിൽ ബാങ്ക് ഉദ്യോഗസ്ഥയായി പോയ ഒരു സ്ത്രീക്ക് ദാമ്പത്യത്തിലുണ്ടാകുന്ന സ്വരച്ചേർച്ചയില്ലായ്മ, ഭർത്താവിനെ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിക്കുന്നു, അവർക്കിഷ്ടമുള്ള ഒരു പുരുഷനെ സ്വീകരിക്കാൻ സന്നദ്ധയാകുന്നു. അതിനവർക്ക് പ്രേരണയായിത്തീരുന്നത് അവരുടെ ഒരു വലിയമ്മൂമ്മ, അപ്പോഴും ജീവിച്ചിരിക്കുന്ന വളരെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, കാഴ്ചയില്ല. അവരാണ് ഇവരോട് പറയുന്നത്, നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവനുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്നില്ല, ഉപേക്ഷിച്ചേക്കൂ. മറ്റുള്ള എല്ലാവരും പറയുന്നത് എങ്ങനെയെങ്കിലും യോജിച്ചു പോകണം എന്നാണ്. അപ്പോൾ കാഴ്ചയില്ലാത്ത ആ മുത്തശ്ശിയുടെ കാഴ്ചയാണ് ശരിയായ കാഴ്ച എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആ കഥയ്ക്ക് കാഴ്ച എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ ഫെമിനിസ്റ്റ് വിമർശനത്തിൻ്റെ ഒന്നും കാഴ്ചപ്പാടിൽ ആരും MT അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനായിട്ടൊന്നും പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഈ കഥ ഇതിനു മുമ്പുള്ള പല രചനകളിലും ഇത്തരത്തിലുള്ള ചില പിൽക്കാലത്ത് വായനാ സമൂഹം അതുപോലെ വിമർശകരൊക്കെ അംഗീകരിക്കുന്ന പല അന്തർധാരകളും വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ 25 കൊല്ലം മുമ്പ് അവസാനത്തെ കഥ എഴുതി എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യമാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഉപയോഗിച്ച് എത്ര വേണമെങ്കിലും എഴുതാമായിരുന്നു, എത്ര വേണമെങ്കിലും പ്രസിദ്ധീകരിക്കാമായിരുന്നു. MT എന്നുള്ള പേരിന് താഴെ എന്തെഴുതി കൊടുത്താലും മലയാളത്തിലെ ഏത് പ്രസാധകനും ഏത് പത്രാധിപരും പ്രസിദ്ധീകരിക്കുകയും വലിയ തരത്തിലുള്ള സാമ്പത്തികവും മറ്റു തരത്തിലുള്ള അദ്ദേഹത്തിന് ഉള്ള വേതനവും പ്രതിഫലവും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനാകാതിരുന്നത് തനിക്ക് രചനാപരമായ തൃപ്തി ഉണ്ട് എന്ന് ബോധ്യമില്ലാത്ത ഒന്ന് എഴുതാതിരിക്കുക, അതാണ് ശരി എന്നുള്ള ആ ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പല കഥകളെക്കുറിച്ചും പല നോവലുകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഏതാണ്ടൊരു 2010 അടുപ്പിച്ചൊരു ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ, ആ സിതാര എന്ന കൊട്ടാരം റോഡിലെ വീട്, ആ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ പുറകിലൊക്കെ ഒരു വലിയ വിശാലമായ ഒരു പുരയിടം, ആൾ താമസമൊന്നുമില്ലാതെ കുറേ കുറ്റിക്കാടും ഒക്കെ ആയിട്ടായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്, അതിനു മുമ്പുണ്ടായിരുന്നത്. അവിടെ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു വരികയാണ്. അവിടെ ഉയരുന്നു ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയം പോലെയുള്ള ഒരു വലിയ കെട്ടിടം ഉയരുന്നു. അതുപോലെ ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊരു വേറൊരു വീടിൻ്റെ സൈഡിൽ കൂടി, അത് പട്ടത്തുള്ള കരുണാകരൻ്റെ വീടാണ്, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്ലോട്ട് വാങ്ങിച്ച് രണ്ടായിട്ട് മുറിച്ചെടുത്ത് ബാക്കിലെ സ്ഥലത്ത് MT വീട് വെച്ചു, മുൻവശം പട്ടത്തുള്ളക്ക് കൊടുത്തു. അങ്ങനെയാണ്, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയാണ്. അപ്പോൾ ആ MTയുടെ സിതാര എന്ന വീടിൻ്റെ അതിൻ്റെ ആ സിറ്റ് ഔട്ടിനെതിരെയുള്ള ഭാഗത്തും വലിയൊരു കെട്ടിടം ഉയർന്നു വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഈ കോൺക്രീറ്റ് വനങ്ങൾ ചുറ്റും വന്ന് നമ്മളെ മൂടുന്നു, ഇവിടെ വെളിച്ചമില്ല, സിമെൻറ്റ് പൊടി, വായുവില്ല, ഈ അവസ്ഥയെക്കുറിച്ച് ഒരു കഥ ഇപ്പോൾ മനസ്സിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് എഴുതിയില്ല. അപ്പം ഇങ്ങനെ പലതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അതൊന്നും എഴുതിയില്ല. എഴുതാതിരുന്നതിൻ്റെ കാരണം തനിക്ക് തൃപ്തികരമായ രൂപത്തിൽ അത് എഴുതി ഫലിപ്പിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതുകൊണ്ടാണ്.
അല്ലെങ്കിൽ അതിലേക്ക് മാനസിക പ്രവർത്തനം നടത്തി വരുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് വേണ്ട പോലെ ആകുന്നില്ല എന്ന തോന്നൽ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എഴുത്തിലേക്ക് മുന്നോട്ട് പോകാതിരുന്നത്. ഇത് ഒരു എഴുത്തുകാരന് താൻ എഴുതുന്ന രചനകളോടുള്ള ഒരു ഉത്തരവാദിത്വത്തിൻ്റെ വിഷയം കൂടിയാണ്. താൻ എഴുതുന്ന മെച്ചപ്പെട്ടതാകണം, അത് നാളെയും നിലനിൽക്കുന്നതാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ആദ്യകാല രചനകൾ മുതൽ തന്നെ കാണാൻ കഴിയും. പുറമേ നോക്കിക്കഴിഞ്ഞാൽ വൈകാരികമായിട്ട് ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് വലിയ തോതിലുള്ള ഒരു വായനാ സമൂഹത്തെ ആകർഷിക്കാൻ കഴിഞ്ഞത്. അത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ അദ്ദേഹത്തിന് അനുഭവബോധ്യമുള്ള സാമൂഹ്യ ജീവിതത്തെയും അതിൽ തന്നെയും വൈയക്തികമായിട്ട് തനിക്ക് അനുഭവമുള്ള തലങ്ങളെയും ഒക്കെ സ്പർശിച്ചുകൊണ്ടും അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടും എഴുതിയ രീതിയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് അതിൽ വള്ളുവനാട്ടിലെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി, നാലുകെട്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോഴും പുറമേ ഒരു സാധാരണ വായനക്കാരൻ വായിച്ച് രസിച്ച് പോകുന്നതിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ അത്തരം കൃതികളിൽ അദ്ദേഹം ഒതുക്കി വെച്ചിരുന്നു. അതിനെക്കുറിച്ച് വലിയ ആശയ ചർച്ചകളൊന്നുമില്ല. പക്ഷെ ആ കഥകളിൽ, ആ നോവലുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അതിൻ്റെ 50-ാം വാർഷികം 2006 നടക്കുന്ന സമയത്ത് നമ്മുടെ ആനുകാലികങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പല ചർച്ചകളും വന്നു. ആ ഒരു സന്ദർഭത്തിൽ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഒരു ഞായറാഴ്ച പതിപ്പിൽ പല എഴുത്തുകാരോടും ചിന്തകന്മാരോടും അതുപോലെ രാഷ്ട്രീയ നേതാക്കളോടും സാംസ്കാരിക രംഗത്തുള്ള ആളുകളോടുമൊക്കെ എന്താണ് ഈ 50 കൊല്ലത്തിനിടയിൽ, കേരളം പിറന്ന് പിന്നീടുള്ള 50 കൊല്ലത്തിനുള്ളിൽ ഈ നമ്മുടെ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം, നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണ്, അങ്ങയുടെ അനുഭവത്തിൽ എന്താണ് ആ മാറ്റം എന്ന് ചോദിച്ചു. അതിന് ഏറ്റവും ശരിയായ കേരള സമൂഹത്തെ മൊത്തത്തിൽ നോക്കിക്കണ്ടുകൊണ്ട് ഒരു ഉത്തരം പറഞ്ഞത് എം ടിയാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതകാലത്ത് ഈ കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം ഭൂപരിഷ്കരണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണഗതിയിൽ വൈകാരികമായിട്ട് ജീവിത ചിത്രീകരണം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതിയെക്കുറിച്ച് പരിചയമുള്ള നമുക്കൊക്കെ സാമാന്യഗതിയിൽ തോന്നുന്ന ഒരു കാര്യമല്ല. വളരെ സൂക്ഷ്മമായിട്ട് സമൂഹത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഒരു സമീപനം, ഒരു വിശകലനം ആ രചനയിൽ, ആ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് പിന്നിലേക്ക് നോക്കുമ്പോൾ അവയിലൊക്കെ നാലുകെട്ടിലായാലും അസുരവിത്തിലായാലും ഒക്കെ തന്നെ നമുക്കിത് കാണാൻ കഴിയും. കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തെ ഏറ്റവും വിദഗ്ധമായിട്ട്, ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും മികച്ച കൃതി എന്ന് പറയുന്ന അസുരവിത്താണ്. അതിന് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ അതിനെക്കുറിച്ച്, അതിനകത്തെ ഇന്നത്തെ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു സമീപനം, അതിനപ്പുറത്ത് ഉയർന്നു നിൽക്കുന്ന, മതങ്ങൾക്കപ്പുറം ഉയർന്നു നിൽക്കുന്ന കേവലമായ മാനുഷികത, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കേരളം എന്ന് പറയുന്ന ഒരു കാർഷിക സമൂഹത്തെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി ചിത്രീകരിക്കുന്ന, ഇപ്പം തകഴിയെ പോലെയുള്ള കുട്ടനാടൻ കാർഷിക ലോകത്തെ ആധാരമാക്കി ധാരാളം എഴുതിയിട്ടുള്ള, തകഴിക്ക് പോലും സാധ്യമല്ലാത്ത തരത്തിലുള്ള വിശദാംശങ്ങളോടുകൂടി എങ്ങനെയാണ് ഒരു കാർഷിക സമൂഹത്തിൻ്റെ ജീവിതം വ്യാപരിക്കുന്നത് എന്നുള്ളത് രേഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പല കാര്യങ്ങളിലും ഈ സവിശേഷത നമുക്ക് കാണാൻ കഴിയും. അതൊന്നും അദ്ദേഹത്തിൻ്റെ അതത് കൃതികൾ വന്ന കാലത്ത് വേണ്ട പോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷെ കാലം കഴിയുമ്പോൾ ആ സവിശേഷതകൾ നന്നായിട്ട് തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2-ാം ഊഴം മഹാഭാരതത്തിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനവും ആഖ്യാനവുമാണല്ലോ. അപ്പോൾ അത് ഇന്നിപ്പോൾ അത് വന്ന് 84-ലാണത് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ 10-40 വർഷം കഴിഞ്ഞു. ഇപ്പോൾ പുതിയ കാലത്ത് അതിനെ നമ്മുടെ പുതിയ കാഴ്ചകളിൽ, പുതിയ വായനകളിൽ വലിയ അന്ന് ഇല്ലാത്ത തരത്തിലുള്ള പല കാഴ്ചകളും അതിനകത്ത് തെളിഞ്ഞു വരികയാണ്. അതിൽ നമുക്ക് ഒരു പാരിസ്ഥിതികമായ കാഴ്ചപ്പാടുകൾ കാണാൻ കഴിയും. വനത്തിലെ ജീവിതമാണല്ലോ അതിലൊരു പ്രധാന ഘടകമായിട്ട് വരുന്നത്. എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് മനുഷ്യൻ്റെ ലയാത്മകമായ ജീവിതം എന്നുള്ളത് കാണാൻ കഴിയും. അവഗണിക്കപ്പെട്ടവരുടെ, ഇന്നത്തെ ലോകത്ത്
ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ, അവഗണിക്കപ്പെട്ടവരുടെ ജീവിതം എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ആ നോവലിലെ ഏറ്റവും വലിയ ദുരന്തമൂർത്തികൾ അങ്ങനെയുള്ള അവഗണിക്കപ്പെട്ട ആളുകളാണ്. ഹിഡുംബിയുടെ മകൻ ഘടോൽക്കജൻ ഒരു പിതാവെന്നുള്ള നിലയിൽ താൻ ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതിരുന്ന തൻ്റെ ആദ്യജാതനായ പുത്രൻ, തൻ്റെ വംശത്തിനു വേണ്ടി മരണത്തിന് ബലിയായിത്തീരുന്ന പുത്രൻ, ഈ കഥാപാത്രത്തെ, ഈ ദലിത് പശ്ചാത്തലമുള്ള കാട്ടാള സ്ത്രീയുടെ മകനായിട്ടുള്ള, ഹിഡുംബിയുടെ മകനായിട്ടുള്ള ആ ഘടോൽക്കജൻ ആണ് ആ നോവലിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്ന കഥാപാത്രം. അതുപോലെ തന്നെ അരക്കില്ലത്തിൽ 5 മക്കളോടുകൂടിയ ഒരു കാട്ടാള സ്ത്രീ വരികയും അവരെ അവിടെ ബലി കൊടുക്കാൻ പാകത്തിൽ തന്ത്രപരമായിട്ട് അവരെ അവിടെ താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കുന്തിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ അതിൻ്റെ ആ മറുപക്ഷം, അതിലെ ആ അവഗണിക്കപ്പെട്ട അരികുകളിലേക്ക് നീക്കി നിർത്തപ്പെടുകയും ബലി കൊടുക്കപ്പെടുകയും ചെയ്യുന്ന ആ കീഴാള വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള എം.ടിയുടെ ആഖ്യാനം ഇന്നിപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടു. അന്ന് പക്ഷെ അതൊന്നും ആ നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇങ്ങനെ ഒരു സ്വന്തം കാലത്ത് തന്നെ അതിൻ്റെതായ നിലയിലുള്ള വായനകൾ സാധ്യമാവുകയും ധാരാളം വായിക്കപ്പെടുകയും പല തലമുറകളിൽപ്പെട്ട വായനാ സമൂഹത്തെ ഒരേ രീതിയിൽ കൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത എഴുത്തുകാരനായിരിക്കെ തന്നെ പുതിയ കാലത്തിൻ്റെ പുതിയ സാധ്യതകൾ ആ കൃതികളിലുള്ളത് ഇന്നിപ്പോൾ പുതിയ വായനക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരത് കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ സാധ്യതയാണ്. ഇപ്പം ബഷീർ ഇപ്പോഴും വായിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള പുതിയ കാലത്തിൻ്റെതായ പലതും അതിൽ കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇടശ്ശേരി വായിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വായനാ സാധ്യത എം.ടിയുടെ കൃതികളിലുണ്ട്. അത് വളരെയധികം അത് എഴുതപ്പെട്ട, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട ചെറുകഥയായ വളർത്തുമൃഗങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ മത്സരത്തിൽ സമ്മാനം കിട്ടി. അത് വായനക്കാരുടെ ശ്രദ്ധയിലേക്ക് വന്ന കാലം മുതൽ ചെറുകഥയുടെ രംഗത്തായാലും, പിന്നീട് ആദ്യത്തെ നോവലെന്ന് പറയാവുന്ന, അതിനു മുമ്പ് ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് ആദ്യത്തെ നോവലായിട്ട് അദ്ദേഹം കൂട്ടിയിട്ടില്ല. പാതിരാവും പകൽ വിളിച്ചു. ശരിയായിട്ട് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത് 4 കെട്ടാണ്. ആ 4 കെട്ട് വന്നതിന് ശേഷമുള്ള നോവലിൻ്റെ രംഗത്തും മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതിന് ശേഷം മലയാള സിനിമാ രംഗത്തെ തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലും, പിന്നീട് അധികം സിനിമകൾ സംവിധാനം ചെയ്തില്ലെങ്കിലും നിർമാല്യം സംവിധാനം ചെയ്തതിന് ശേഷം സംവിധായകൻ എന്ന നിലയിലും ഒക്കെ എം.ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടക്കം കുറിച്ച സന്ദർഭത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ നിൽക്കാൻ കഴിഞ്ഞ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരനാണ്. ആ ശ്രദ്ധ വായനാ സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ വായനാ സമൂഹത്തിൻ്റെ ആ ശ്രദ്ധയുടെ കേന്ദ്രസ്ഥാനത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞു. അദ്ദേഹം നമ്മോടൊപ്പം ഭൗതികമായിട്ട് ഇല്ലാതെയായി തീർന്ന ഈ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ രചനകൾ വലിയ തോതിൽ നമ്മുടെ വായനാ സമൂഹത്തെ അവരുടെ വായനയുടെ മേഖലകളിലേക്ക് സജീവമായിട്ട് വർത്തിക്കും. ഈ അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും നാൾ മുമ്പ്, കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഇതുപോലത്തെ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ മഞ്ഞ് എന്ന നോവൽ ഒന്ന് വായിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ കൈവശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബുക്ക് സ്റ്റാളിൽ അന്വേഷിച്ചപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അത് പിന്നീട് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അത് 2016 എഡിഷനാണ്. അപ്പോൾ ഏതാണ്ട് 50-ാം പതിപ്പിനടുത്തുള്ള ഒരു പതിപ്പാണ്. പിന്നീട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം അസുഖമൊക്കെ ആശുപത്രിയിലായ സമയത്ത് ഈ കൃതികളെല്ലാം പെട്ടെന്ന് പ്രസാധകർ അച്ചടിച്ച് പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ നോക്കുമ്പോൾ ആ മഞ്ഞിൻ്റെ ഏതാണ്ട് 60-ാമത്തെ പതിപ്പാണ്. വളരെ പെട്ടെന്നത് 10 പതിപ്പുകൾ പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ വായനക്കാർ അദ്ദേഹത്തെ വളരെ കാര്യമായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ 2-ാമൂഴം 60 പതിപ്പുകളിലേറെ ആയിക്കഴിഞ്ഞു. ഓരോ പതിപ്പും 5000-ഉം അതുപോലെയുള്ള വലിയ എണ്ണത്തിൽ പുസ്തകങ്ങൾ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിലുള്ള ഒരു വലിയ സ്വീകാര്യത വായനക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടി. അതെന്നും നിലനിന്ന് പോകുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ധാരാളം വായിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കൃതി മെച്ചപ്പെട്ടതാകണമെന്നില്ല. ധാരാളം വായിക്കപ്പെടുന്ന കൃതികളുണ്ട്.
പക്ഷെ അത് ആ വായിക്കുന്ന സമൂഹത്തിൻ്റെ വികാരങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അവരുടെ ജീവിത ബോധ്യത്തിനും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വെളിച്ചം നൽകുന്ന, അതിനെ കൂടുതൽ ഒരു ഉന്മിഷത്താക്കുന്ന, ഊർജ്ജസ്വലമാക്കുന്ന, അവർക്ക് ഉൾക്കാഴ്ചകൾ പകരുന്ന രചനകളായിട്ട് മാറുമ്പോഴാണ് ആ കൃതികൾക്ക് ഒരു നിലനിൽപ്പുണ്ടാകുന്നത്. ധാരാളമായിട്ട് വായിക്കപ്പെടുന്നത് നല്ല കാര്യമാണ്. വലിയ എഴുത്തുകാർക്കെല്ലാം ഉള്ള ഒരു ഗുണം ധാരാളമായിട്ട് വായിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു കഥാകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു നോവലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധി കഥ പറയാനുള്ള, വായനക്കാരെ കൂടെ കൊണ്ടുപോയി കഥ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആദ്യത്തെ വാക്യം ഒരു വായനക്കാരൻ വായിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ അവനെ ആ വായനയുടെ ആ ഒരു ഒഴുക്കിൽ കൂടെ കൊണ്ടുപോകാനുള്ള, കാന്തികമായിട്ട് ആ വായനക്കാരെ തന്നോടൊപ്പം മുന്നോട്ട് നയിക്കാനുള്ള ആഖ്യാനശേഷി തന്നെയാണ്. എസ് കെ പൊറ്റക്കാട്ടിനെ പോലുള്ള കഥാകൃത്തുക്കളുടെ ഏറ്റവും വലിയ മികവായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ആ ആഖ്യാനശേഷിയാണ്. ബഷീറിൻ്റെയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാർക്കൊക്കെ ഈ ഒരു ശേഷി, ഈ ഒരു കഴിവ് ഉണ്ട്. അത് എം ഡിയിൽ വളരെ സരളമായിട്ടും ചില സന്ദർഭങ്ങളിൽ ഗഹനമായിട്ടും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമുക്ക് ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അത് എം ഡിയെ പോലുള്ള ഒരു വലിയ പ്രതിഭ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സമൃദ്ധവും സമുജ്വലവുമായ സാഹിത്യ സംഭാവനകൾ നൽകിയ ഒരു കാലഘട്ടത്തിൽ അത് വായിക്കാനും അത് ആസ്വദിക്കാനും അതിൻ്റേതായ ഒരു ഭാവപ്രപഞ്ചവുമായിട്ട് സംവദിച്ചുകൊണ്ട് ജീവിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. സാംസ്കാരികമായിട്ട് നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആ കൃതികൾ സഹായിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അദ്ദേഹത്തോട് നന്ദി പറയാം. നമസ്കാരം. പഠനപരമായ കാര്യങ്ങളിലൂടെയാണ് കെ എസ് രവികുമാർ സാർ എം ടി എന്ന കാലാതീതനായ സാഹിത്യകാരനെ ഓർത്തെടുത്തത്. അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഈ ചെറുകഥയും അതിൽ നിന്ന് തിരക്കഥയിലേക്കുള്ള മാറ്റങ്ങളെക്കുറിച്ചും എം ടി സാർ പറഞ്ഞത്. നമ്മളിവിടെ കാണാൻ പോകുന്ന ചലച്ചിത്രം അതിൻ്റെ സാക്ഷ്യമാണ്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറയുന്ന ചെറുകഥ തിരക്കഥയിലേക്ക് എം ടി മെനഞ്ഞെടുന്നപ്പോൾ അതിൻ്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പിന്നെ അത് ചലച്ചിത്ര ഭാഷയിലേക്ക് ആവിഷ്കരിച്ചപ്പോൾ എത്ര മാറ്റങ്ങളാണ് അതിലേക്ക് വന്നത് എന്നറിയാം. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരാൾ. ഓരോ മേഖലയിലും ഗോപുരനടയിൽ എന്ന് പറയുന്ന ഒരൊറ്റ നാടകമാണ് എം ടി എഴുതിയിട്ടുള്ളത്. പക്ഷേ പിന്നീട് എം ടി നാടകം എഴുതിയില്ല. പക്ഷേ അതും ഗോപുരനടയ്ക്കും അന്നത്തെ എക്സ്പ്രഷനിസ്റ്റ് നാടകത്തിൻ്റെ എല്ലാ ആഴവും ഭംഗിയും ഉണ്ടായിരുന്നു. വ്യക്തിപരമായി പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ആത്മാവും രണ്ടാം ഊഴവും അദ്ദേഹത്തിൻ്റെ ചെറുകഥയായ കേരളപ്പെരുമയും ഒക്കെ ടെലിഫിലിം എന്നുള്ള രീതിയിലും അരങ്ങിലുമൊക്കെ ആവിഷ്കരിക്കാൻ എം ടി സാറിൻ്റെ വാത്സല്യം ഏറെ ഉണ്ടായ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എം ടി സാറ് എൻ്റെ ഓരോ ദിവസവും, നമ്മൾ ഇതിനു മുൻപേ തന്നെ ഭാരത് ഭവനിൽ എം ടി ചലച്ചിത്രോത്സവവും എം ടി സാറിൻ്റെ സർഗഭൂമികയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചർച്ചകളും അവതരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എം ടി ഇല്ലാത്ത ഒരു സമയം 92-ാം വയസ്സിൽ ഇപ്പോൾ എം ടി അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിക്കുമായിരുന്നു. അദ്ദേഹം ഇല്ലാത്ത ഒരു വല്ലാത്ത ഒരു നമ്മൾക്കൊന്നും അതിനെ എങ്ങനെ പേർ ചൊല്ലി വിളിക്കണം എന്നറിയില്ല. എം ടി സാറിന് പകരം പ്രതിഷ്ഠിക്കാൻ മറ്റൊരു രൂപമില്ല. കാരണം മലയാളവുമായി അത്രത്തോളം ഇഴചേർന്നു നിന്ന വ്യക്തിത്വമാണ് എം ടി സാർ. എം ടി സാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ഡോക്യുമെൻ്ററി ചെയ്ത കലാപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും അതുപോലെ തന്നെ ദൂരദർശൻ്റെ ഡയറക്ടറുമായിരുന്ന ബൈജു ചന്ദ്രൻ ചേട്ടൻ സംസാരിക്കും. ഇനിയുള്ളതെല്ലാം വളരെ ഹ്രസ്വമായിട്ടുള്ള ഭാഷണങ്ങളായിരിക്കും. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ചലച്ചിത്രം ആസ്വദിക്കാം. സ്നേഹപൂർവ്വം ബൈജു ചന്ദ്രൻ ചേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രഭാഷണത്തിനുള്ള സമയമല്ല, നമ്മൾ സിനിമ കാണാൻ ഇരിക്കുന്ന ഒരു സദസ്സാണ് ഇവിടെയുള്ളത്. മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രവികുമാർ വളരെ വിശദമായി തന്നെ എം ടി എന്നുള്ള ജീവിതത്തെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നമുക്ക് ആരുടെയും സഹായമില്ലാതെ എം ടിയെ അടുത്തറിയാവുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ഒരു ജനതയാണ് മലയാളികൾ എന്ന് പറയുന്നത്. എം ടി എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ചലച്ചിത്രകാരൻ, പത്രാധിപർ. ഒരുപക്ഷെ കേരളത്തിൽ, ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭ, ഒരാൾ പത്രാധിപരും എഴുത്തുകാരനും ആവുക എന്ന് പറയുന്നത് ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ ആൾ തന്നെ മലയാളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ തിരക്കഥാകൃത്താവുക എന്നുള്ളത് സംഭവിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരാൾ തിരക്കഥാകൃത്ത് നല്ലൊരു സംവിധായകനാകാം. പക്ഷേ ഇതെല്ലാം ചേർന്ന ഒരാൾ പിന്നെയും വളരെ
പിന്നെ അതില്ല. ഇനി അത് എന്തെഴുതിയാലും ഒരു നാടകം, ഒരേ ഒരു നാടകം ആണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. നേരത്തെ പണ്ട് 50-കൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, KP ഉമ്മർ തന്നെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ ഒരു ആശയം ഉണ്ടായിരുന്നു, പക്ഷേ നാടകം എഴുതാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വാസു എന്ന് വിളിക്കുന്ന MT എടുത്ത് എന്ന് പറയുകയും MT അത് നാടക രൂപത്തിലാക്കി കൊടുത്താണ് രോഗികൾ എന്നൊരു നാടകം. ശരിക്കും പറഞ്ഞാൽ KP ഉമ്മറിൻ്റെ പേരിലാണെങ്കിലും ഇത് എഴുതിയത് MT ആണ്. അതിന് അവാർഡ് കിട്ടി. അപ്പോൾ തന്നെ സാഹിത്യ അക്കാദമിയുടെ ഒന്നുമല്ല, പക്ഷേ ഏറ്റവും മികച്ച നാടകം എന്നുള്ള അവതരണത്തിനുള്ള അവാർഡ് കിട്ടിയ ഒരു നാടകമാണ് രോഗികൾ. അപ്പോൾ ഇതുമാതിരി എവിടെ തൊടുന്നതെല്ലാം പൊന്ന് എന്ന് പറയാൻ ഒരാളെ മലയാളത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ അവസരത്തിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനുള്ള അവസരം ഉണ്ടായപ്പോൾ അദ്ദേഹത്തോടൊപ്പം കുറച്ച് ദിവസങ്ങളൊപ്പം സഞ്ചരിക്കാനും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പിന്നെ എന്താ പറയുക വളരെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസിൽ കുറച്ച് നേരം ഇരിക്കാനൊക്കെ കഴിഞ്ഞ ഒരാളെന്നുള്ള എനിക്ക് എത്ര ഈ മൗനമാണ് MTയുടെ സിനിമ. നിങ്ങളിപ്പോൾ ഈ സിനിമ കാണുമ്പോൾ, നിർമാല്യം എന്നുള്ള സിനിമ കാണുമ്പോൾ 1-2 വാചകങ്ങൾ കൊണ്ട് മാത്രമാണ് MT ഒരു വലിയ വികാരാവിഷ്കാരണം നടത്തുന്ന. അവസാനത്തെ രംഗത്ത് ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് പറയുന്നത്, എന്നാലും വെളിച്ചപ്പാട് മുറി തുറക്കുമ്പോൾ അവിചാരിതമായി ഭാര്യയെ വല്ലാത്തൊരു മുഹൂർത്തത്തിൽ കാണുമ്പോൾ എൻ്റെ 4 മക്കളെ പെറ്റ നാരായണി നീയോ എന്നൊരൊറ്റ ചോദ്യമുള്ളൂ. ആ ഒരൊറ്റ ചോദ്യത്തിൽ ഒരു വലിയ വൈകാരിക മുഹൂർത്തം മുഴുവൻ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് അച്ഛനായി അഭിനയിക്കുന്ന MS നമ്പൂതിരി, എല്ലാത്തിനും സാക്ഷ്യം വഹിച്ച MS നമ്പൂതിരി കട്ടിലിൽ കിടന്നുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ആ കട്ടിലിളകുന്ന ശബ്ദത്തിൽ കൂടെ, അല്ലെ മുഖത്ത് വരുന്ന കണ്ണിങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൃഷ്ണമണികൾ ചലിക്കുന്നതിലൂടെയാണ് ആ ഒരു ആ നിമിഷം അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ PJ ആൻ്റണി അവസാനത്തെ മൊമെൻറ്റ്, അവസാനത്തെ മുഹൂർത്തത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ സിനിമ ഒരിക്കലും ഇന്നത്തെ കേരളത്തിൽ നിർമ്മിക്കപ്പെടുകയോ പ്രദർശന മുമ്പിൽ എത്തുകയോ ചെയ്യില്ല. ആ രീതിയിൽ വലിയ രാഷ്ട്രീയമാനമുള്ള സിനിമയാണത്. MT ഒരിക്കലും രാഷ്ട്രീയം പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയക്കാരനാണെന്ന് ഒരിടത്തും രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടില്ല. ഇവിടെ രവികുമാർ പറഞ്ഞ പോലെ ഒരാളും പറയാത്തൊരു മറുപടിയാണ് കേരളത്തിൻ്റെ 50 വർഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഏറ്റവും വലിയ സംഭാവന എന്ന് ചോദിക്കുമ്പോൾ അത് ഭൂപരിഷ്കരണമാണ് എന്ന് പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി അറിയപ്പെടുന്ന ആളുമല്ല. MT വാസുദേവൻ നായരെ പോലെ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി കാര്യങ്ങളെ കണ്ടിരുന്ന, എഴുതിയിരുന്ന, ഒരു പക്ഷവും പിടിക്കാതെ എഴുതുകയും പക്ഷേ കൃത്യമായ രാഷ്ട്രീയം എഴുതിയതിലൊക്കെ അത് അസുരവിത്തിലെ പിന്നെ ഗോവിന്ദൻകുട്ടിയുടെ ജീവിതം, മതം മാറിയതിന് ശേഷം തിരിച്ചു വരുന്ന ഗോവിന്ദൻകുട്ടിയെ മറ്റൊരു മുസ്ലിം കുഞ്ഞരക്കാരൻ്റെ നോട്ടത്തിലൂടെ അത് അവതരിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്നത് വലിയൊരു മതാന്ധത വിഴുങ്ങാൻ പോകുന്ന ഒരു കേരളത്തിൻ്റെ അതിനെ വിമർശനാത്മകമായി കാണുന്ന ഒരു വലിയ എഴുത്തുകാരൻ്റെ ഒരു ചിത്രമാണ് അത്. 2-ാം ഊഴത്തിലെ കുന്തി ഈ പറഞ്ഞ കീഴ്താളരെ പിന്നെ കൊലയ്ക്ക് കൊടുക്കുന്ന ആ രംഗത്തിലായാലും ശരി, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ പറയുകയാണ് ഈ കടവുൽക്കജനെ കൊല്ലാനാണ് ഈ അമ്പ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനൊരു ആ ഒരു മൊമെൻറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ തന്നെ MT അതിന് കൊണ്ടുവരുന്ന ഒരു മഹാഭാരതത്തിന് കൊണ്ടുവരുന്ന ഒരു വലിയ രാഷ്ട്രീയമാനമുണ്ട്. അപ്പോൾ സിനിമകൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല, MTയുടെ സിനിമകൾ നിർമാല്യം എന്ന് പറയുന്ന MT എന്നുള്ള സംവിധായകൻ്റെയും കൂടെ സിനിമയാണ്. പക്ഷേ MT തിരക്കഥ എഴുതിയ അസംഖ്യം സിനിമകൾ നിങ്ങളെല്ലാം മുമ്പിലുണ്ട്. എന്നും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നമ്മൾ ടെലിവിഷനിലൂടെയോ അല്ലാതെയൊക്കെ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. രവികുമാരോട് പറഞ്ഞ കാഴ്ച എന്നുള്ള ചെറുകഥ പോലും നല്ലൊരു മനോഹരമായ ഒരു ചിത്രമായിട്ട് നിങ്ങളുടെ OTT പ്ലാറ്റ്ഫോമിൽ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് അത് വന്നിട്ടുണ്ട്. അപ്പോൾ MTയെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, MTയെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു, MTയെ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ മഹാപ്രതിഭയെ അവതരിപ്പിക്കുന്ന ഈ ഒരു ഒന്നുകൂടെ നമ്മൾ ഓർമ്മിച്ചെടുക്കുന്ന ഈ ദിവസം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിയാണ്. നന്ദി, നമസ്കാരം. ബോയിചന്ദ്രൻ ചേട്ടന് ശേഷം ഗിരിജ സേതുനാഥ് മാം സംസാരിക്കും. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ശ്രദ്ധേയായ ഗിരിജ സേതുനാഥ് MT സാറുമായിട്ട് MT സാറിൻ്റെ പ്രോത്സാഹനത്തോടെ സാഹിത്യരംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ്. ആ കടപ്പാട് എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ്. ആദരവോടെ ഗിരിജ സേതുനാഥിനെ ക്ഷണിക്കുന്നു. പ്രിയ സാഹിത്യ സ്നേഹികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ 2 വാക്ക് പറയാൻ എന്നെ ക്ഷണിച്ച പ്രമോദ് പയ്യന്നൂരിനെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഇന്ന് ഈ ഒരെഴുത്തുകാരി എന്നുള്ള നിലയിൽ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്
നിർത്തിയതും ഇനി നിർത്താനിരിക്കുന്നതും ശ്രീ MT വാസുദേവൻ നാഥ് സാറാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ആരുമാകില്ല ആയിരുന്നു. ഇങ്ങനെ ഒരു പേര് ഞാൻ അറിയപ്പെടുന്നില്ലായിരുന്നു, ഉണ്ടാവില്ല. കാരണം ഒരു 18 വയസ്സായപ്പോൾ, അതിന് മുമ്പ് എഴുതും, റേഡിയോ സ്റ്റേഷനിലൊക്കെ കുഞ്ഞു കുഞ്ഞു കഥകൾ വന്നിട്ടുണ്ട്, ബാലസാഹിത്യത്തിൽ 3-4 കഥകൾ ഞാൻ എഴുതി വെച്ചിട്ടിത് എടുത്ത് വായിക്കും. പക്ഷേ ഇത് ആർക്ക് അയച്ചു കൊടുക്കണം, ആരുടെ പേർക്ക് അയക്കണം, എവിടെ അയക്കണം എന്നൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റി ബോധവതിയായിരുന്നില്ല. മാതൃഭൂമി വായന ഉണ്ടായിരുന്നു, മറ്റു പലതും വീട്ടിൽ വരുത്തുന്നതൊക്കെ വായിക്കും. അങ്ങനെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വെളിച്ചം കണ്ടാൽ നന്നായിരുന്നു എന്ന് മനസ്സിൽ തോന്നി. ആരും അറിയാതെ മാതൃഭൂമിയുടെ പുറംചട്ട്, ഏറ്റവും അവസാനത്തെ പുറംചട്ടയുടെ എഡിറ്റർ, മാതൃഭൂമി വീക്കിലി പിൻ നമ്പരും എല്ലാം ഉണ്ട്. അപ്പോൾ എഡിറ്റർ ആരെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. ഞാനത് അയച്ചു കൊടുത്തിട്ട് തിരിച്ച് വരാനുള്ള ഒരു കവർ അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് അതിനുള്ളിൽ വെച്ചു. പിന്നെ അതിന് അനുയോജ്യമല്ലെങ്കിൽ തിരിച്ച് അയക്കാനുള്ള ഒരു, അന്ന് അങ്ങനെ ആയിരുന്നു എല്ലായിടത്തും. ആ സമയം 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസവും കഴിഞ്ഞു. അപ്പം ഞാനോർത്ത് ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരിയാകാനും പോകുന്നില്ല, ഇതിവിടെ വെച്ച് ഒട്ടിലെ മുറിച്ച് കളയുകയാണ്. ബാക്കി എഴുതി വെച്ചിരുന്നതെല്ലാം മേശയ്ക്കുള്ളിൽ വെച്ചു. അങ്ങനെയായിരുന്നു. ഒരു ദിവസം മാതൃഭൂമിയുടെ ഒരു ബ്രൗൺ ചെറിയ ഒരു എൻവലോപ്പിൽ പോസ്റ്റ്മാൻ കൈ കൊണ്ട് തരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ല, അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാമെന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി ഞാനത് പൊട്ടിച്ചു നോക്കിയപ്പോൾ മാതൃഭൂമിയിൽ നിന്ന് ആദ്യത്തെ കറുത്ത ഭാഷയിൽ, രണ്ടാമത് MT വാസുദേവൻ നായർ, പിന്നെ ഫോൺ നമ്പർ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് ഇടത് ഭാഗത്ത് പ്രിയ ഗിരിജയ്ക്ക് എന്നെഴുതിയിട്ട് കഥ വായിച്ചു. നല്ല ഇമാജിനറി. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് അച്ചടിച്ച് വരും, വീണ്ടും എഴുതുക. ഞാനവിടെ അത് വായിച്ചിട്ട് എന്താവണമെന്ന് എനിക്കറിയില്ല. MT വാസുദേവൻ സാറെന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡിറ്ററാണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഉടലോടെ സ്വർഗത്ത് പോകുന്നൊരു പ്രതീതി എനിക്കുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കാത്തിരുന്നിട്ട് ഓടിച്ചെന്ന് മേശ തുറന്നിട്ട് ബാക്കി അതിനോടൊപ്പം എഴുതിയ 3 കഥകളെടുത്ത്, ഒന്ന് മലയാള നാടിന്, ഒന്ന് കുങ്കുമത്തിന്, ഒന്ന് കലാകുമാരിയുടെ കേരളത്തിന്, ഇത് 3 അച്ചടിച്ചു വന്നു. അപ്പം എനിക്കൊരു പ്രചോദനം നൽകി എന്നെ അതിലേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തി ഐശ്വര്യമായിട്ട് എനിക്ക് അതിൻ്റെ പ്രതിഫലം വന്ന ഒരു വിഷുവിന് 200 റുപ്യ അതിനകത്ത് എഴുതിയിരുന്നു, പ്രതിഫലം താമസിയാതിനോ വരുമെന്ന്. അത്രയേ ഉള്ളൂ, വേറെ ഇല്ല. അത് വന്നു. ആ കഥ വരാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വാടകയ്ക്ക് വീട് അന്വേഷിച്ച് നടക്കുന്ന ഒരു വീട്ടമ്മയുടെ കഥയാണ്. ഒരു NGOയുടെ ഭാര്യ അനുഭവിക്കുന്ന വേദന. 11 മാസം കഴിയുമ്പോൾ വീട് മാറിക്കൊടുക്കുക എന്ന്. പക്ഷേ ഭർത്താവിന് യാതൊരു ചുമതലയില്ല. ഭാര്യയാണ് ഒരു ബ്രോക്കറെ കണ്ടെത്തുക, അതിന് പഴി കൊടുക്കുക. അങ്ങനെ നിരന്തരമായിട്ട് സങ്കടപ്പെട്ട ഒരു ഭാര്യ അവസാനം പോയി ഒരു വീടിൻ്റെ ഒരു പോർഷൻ വാടകയ്ക്ക് എടുക്കണം. ആ പോർഷനിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു രാത്രി കാലങ്ങൾ ഒരു എലി വരികയും ആ എലി ഈ സ്ത്രീയെ ആദ്യം നീണ്ട തലമുടിയെ മുറിച്ച് കളയുക, പിന്നെ മൂക്ക് നശിപ്പിക്കുക, ഇങ്ങനെ ഇവരെ വിരൂപിയാക്കിക്കൊണ്ട് ഇങ്ങനെ ദിവസങ്ങൾ പോകുമ്പം ഇവർക്ക് ഭർത്താവിനോട് പറയുന്നു, എനിക്ക് വീട് മാറണം. ഭർത്താവ് പറഞ്ഞു, ഞാൻ ഈ വീട് മാറുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ അവരൊരു പൂച്ചയെ വളർത്താൻ പോകുന്നു, എലിയെ ഇവർ. അപ്പോൾ പറയണു, വേണ്ട പൂച്ച. അപ്പോൾ ആ സ്ത്രീ രാത്രി കാലങ്ങളിൽ ആ ഭർത്താവുമായിട്ട് രമിക്കുന്നത് ഇവർക്ക് അറിയാൻ പറ്റുന്നു. ഇങ്ങനെ പാട് കാണാൻ രാത്രി കാലങ്ങൾ ഇറങ്ങി. പിന്നീടാണ് അവർ അവിടെ ഒരു മരണം, ആത്മഹത്യ നടന്നിട്ടുണ്ട് ആ വീട്ടുടമസ്ഥൻ്റെ ഭാര്യ. ഇതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അതെന്ത് ധൈര്യപൂർവ്വം അന്ന് അദ്ദേഹം അത് കൊടുത്തു എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. പക്ഷേ
ഒന്ന് ഞാൻ മനസ്സിലാക്കി, പുതിയ ആൾക്കാരെ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹം അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു മാനസിക വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ തന്നെ പലർക്കും അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു പ്രചോദനവും ഉണ്ടായി എന്നുള്ളത് ഈ കാലങ്ങളിൽ കാണാത്തത് അതാണ്. ഈ കാലങ്ങളിൽ 1-2 കഥകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കഥ മാത്രമേ കൊടുക്കുള്ളൂ, വേറെ ആരുടെയും കൊടുക്കില്ല. പേരുണ്ടോ കൊടുക്കും, പക്ഷെ നല്ലതാണോ ചീത്തയാണോ അത് കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചിന്ത ഇല്ലാത്ത പല എഡിറ്റേഴ്സിനെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ എനിക്ക് അത്രയും ഒരു സമാധാനം തന്നു. ഞാൻ ഇപ്പോഴും അത് തുടരുന്നു. എൻ്റെ അവസാനത്തെ ഒരു നോവൽ ഗ്രീൻ ബുക്സ് അക്ഷയമിതിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു, നല്ല കഥ, നന്നായിരിക്കുന്നു, പക്ഷേ ഇത് സമൂഹം എങ്ങനെ അംഗീകരിക്കും എന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും ഗിരിജയെ ഞാൻ വളരെയധികം അതിനെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ എല്ലാ ജന്മനാളിനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് പോവുകയും അദ്ദേഹത്തിനൊരു ഷോൾ കൊണ്ട് കൊടുക്കുകയും ലാസ്റ്റ് തുഞ്ചൻ പറമ്പിലും ഞങ്ങളെ വിളിച്ചിരുന്ന് വരണം എന്ന്. അതുമാത്രമല്ല, വീടുമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. എനിക്കൊരു മൂത്ത ജ്യേഷ്ഠനോ ഒരു ഗുരുവോ ഒക്കെ നഷ്ടപ്പെട്ടു. ആ അവസ്ഥയിൽ എന്നും ഓർമ്മ. നിത്യശാന്തി ആത്മാവിനെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം, നന്ദി. തീർച്ചയായും സർഗാത്മക ലോകത്തിൻ്റെ തണലും ഊർജപ്രസരണവുമായിരുന്നു MT സാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അടുത്തതായി സംസാരിക്കാൻ ഡോക്ടർ റെജിയ CS ക്ഷണിക്കുന്നു. ഭാരത് ഭവൻ്റെ നിർവാഹക സമിതി അംഗവും കലാസാഹിത്യ രംഗങ്ങളിൽ വളരെ കാര്യക്ഷമതയോടുകൂടി ഇടപെടുന്ന ഡോക്ടർ റെജിയ CS സംസാരിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സാഹിത്യകാരിയല്ല, ഞാനൊരു ബയോകെമിസ്ട്രി അധ്യാപികയാണ്. അപ്പോൾ സാധാരണ മനുഷ്യ എന്ന രീതിയിൽ MT സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ലൊരു മനുഷ്യസ്നേഹിയും അതുപോലെ സാമൂഹിക പരിവർത്തനത്തിന് ഉതകുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളിലുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. 2-3 നോവലുകൾ വായിച്ചിട്ടുണ്ട്. ദീർഘിക്കുന്നില്ല. എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനകരമായ നിമിഷം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ MT സാറിനോടൊപ്പം കൂടെ വർക്ക് ചെയ്യുകയും അദ്ദേഹത്തോടൊപ്പം പല കാര്യങ്ങളിൽ ഇടപെടുകയും ഇടപെടുകയും ചെയ്ത വ്യക്തികളോടൊപ്പം അല്ലെങ്കിൽ പ്രതിഭകളോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ അതിയായ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിനൊരു അവസരം തന്ന പ്രമോദ് സാറിനെ ഞാൻ അതുപോലെ തന്നെ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. വളരെ നല്ല സിനിമയാണ് നിർമാല്യം. ഞാൻ എൻ്റെ ചെറുതിലേ കണ്ടിട്ടുണ്ട്. ദൂരദർശൻ കണ്ടിരുന്ന സമയത്ത് പലതവണ നിർമാല്യം വരുമ്പോൾ വീട്ടിൽ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, PJ ആൻ്റണി സാറിൻ്റെ അഭിനയമാണ് അതിനകത്ത് ഏറ്റവും മികവുറ്റതെന്നും. നിർമാല്യം എന്ന സിനിമ 1973 നിർമ്മിക്കപ്പെട്ടത്. വളരെ വികാരധീരമായ മുഹൂർത്തങ്ങൾ അവസാന ഭാഗങ്ങളിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ അതിനകത്തുണ്ട്. എല്ലാവരും അത് കാണണം. താങ്ക് യു. നിർമ്മാല്യത്തിൻ്റെ ഫ്രെയിമുകളിലൂടെ ഇവിടെ നമുക്ക് കടന്നു പോകാം. ഭാരത് ഭവൻ്റെ നിർവാഹക സമിതി അംഗം ജെയ്സപ്പൻ മത്തായി, സാമൂഹ്യ കാരുണ്യ പ്രവർത്തകനും അഭിനേതാവുമായ ശ്രീ ജെയ്സപ്പൻ മത്തായിയെ ക്ഷണിക്കുന്നു. ബഹുമാൻ്റെ പ്രിയമുള്ളവർ, ഇവിടെയുള്ളവരെല്ലാം ഭാഗ്യമുള്ളവരാണ്. കാരണം ഇവർക്കൊക്കെ മഹാനായ MDയുമായി നേരിട്ട് ഇടപഴകുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഭാഗ്യം. എനിക്ക് അദ്ദേഹത്തെ കാണുവാനേ കഴിഞ്ഞിട്ടുള്ളൂ, സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ രണ്ടാമൂഴം പോലെയല്ല, എപ്പോഴും ഒറ്റയ്ക്കിരുന്നാണല്ലോ വായന. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെവിക്ക് ചുറ്റും ഒരു വണ്ടിങ്ങനെ മൂളിപ്പറക്കുന്നത് പോലെ ഒരനുഭവം. മിക്കവാറും എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. മഹാനായ MD നമ്മുടെ ദേശവും അതിലും കഴിഞ്ഞ് മലയാളത്തിൻ്റെ ഭാഷയെ വല്ലാതെ
ലോകത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അദ്ദേഹം കഴിഞ്ഞ ഡിസംബറിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്ന് എനിക്ക് കരുതുവാൻ പറ്റുന്നില്ല. ഞാൻ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നപ്പോഴും ഓർത്തു മരിച്ചു എന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ കരുതുന്നത് മരിച്ചിട്ടില്ല എന്നാണ്. നമുക്ക് വായന തരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. അത്തരം മാറ്റങ്ങളുടെ ഏറ്റവും വലിയ അക്ഷരങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മഹാരഥനാണ് MD വാസുദേവൻ നായർ. ഈ അവസരത്തിൽ ബഹുമാനരായ ആളുകളെല്ലാം സൂചിപ്പിച്ചു. എനിക്കും അദ്ദേഹത്തെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുവാനും ഒരവസരമുണ്ടായി. ഞാനതിൽ സന്തോഷിക്കുന്നു. ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും നന്ദിയും സ്നേഹവും നൽകുന്നു. നന്ദി, നമസ്കാരം. MT എന്ന അനശ്വര പ്രതിഭയുടെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായാലും വിട പറഞ്ഞ ദിനങ്ങളായാലും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. കേരളത്തിൻ്റെ പലയിടങ്ങളിലും പുറത്തുമൊക്കെ MT സാറിനെ കുറിച്ച് ഇപ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ സർഗലോകങ്ങളെക്കുറിച്ച് പല രീതിയിലുള്ള കാര്യങ്ങൾ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. ഇനി നീട്ടുന്നില്ല, നിർമാല്യം ചലച്ചിത്രം കാണാം. MT സാറിൻ്റെ മനസ്സ് അതിലുണ്ട്. സ്നേഹത്തോടെ നിർമാല്യം ആസ്വദിക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. ഇവിടെ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ KS രവികുമാർ സാർ, അതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ട ബൈജു ചന്ദ്രൻ ചേട്ടൻ, ശ്രീമതി ഗിരിജ സേതുനാഥ്, ജെയ്സപ്പൻ മത്തായി, ഡോക്ടർ റെജിയ CS എന്നിവർക്ക് ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു. സ്നേഹം.